ആപ്കി അദാലത്തിൽ ലൈഫ് സ്റ്റൈൽ കോച്ച് സന്യാസി ഗോർ ഗോപാൽദാസിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഗോർ ഗോപാൽദാസ് സർ, ഞാനൊരു ഉദാഹരണത്തോട് പറയാം. നമ്മുടെ ദേശത്ത് ഹനുമാനെ മഹാബലിയെ പോലെയാണ് കാണുന്നത്. അദ്ദേഹത്തിനെ ഒരു വലിയ ശക്തിയായിട്ട് കാണുന്നു. പക്ഷെ താങ്കൾ എന്താണെന്ന് വെച്ചാൽ ഹനുമാന് ഡിപ്രഷൻ ഏർപ്പെട്ടതായിട്ട് പറയുന്നു. പിന്നെ ഹനുമാൻ ആത്മഹത്യയെക്കുറിച്ച് പോലും ആലോചിച്ചതായിട്ടും താങ്കൾ പറയുന്നു. മഹാബലി ഹനുമാനെ ഞാനൊരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല. അങ്ങനെ പറഞ്ഞത് വാൽമീകി മഹർഷിയാണ്. വാൽമീകി മഹർഷി പറഞ്ഞത്, അദ്ദേഹം ഈ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് സംസ്കൃത ശ്ലോകത്തിൽ എഴുതിയിട്ടുണ്ട്. ഹനുമാൻ തേടിക്കൊണ്ടിരുന്നപ്പോൾ സീതയെ കിട്ടിയില്ല. എല്ലാ സ്ഥലത്തും ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ചു, പക്ഷെ എവിടെയും കിട്ടിയില്ല. അദ്ദേഹം ഇരുന്നുകൊണ്ടിരുന്നപ്പോൾ വളരെ സങ്കടത്തിലായി. അദ്ദേഹം ഡിപ്രസ്ഡായി. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അവിടെ അത്രയേറെ ശ്രമങ്ങൾ നടത്തിയിട്ടും അത്രയേറെ എഫേർട്ട് അവിടെ ഇട്ടിട്ടും അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നടക്കാറില്ലേ? ഒരുപാട് ശ്രമങ്ങൾ നടത്തും, ഒരുപാട് അധ്വാനിക്കും, നമ്മൾ തന്നെ ഒരുപാട് വേദനിപ്പിക്കും, പക്ഷെ സീതയെ കിട്ടില്ല. ഹനുമാൻജി അവിടെ ഇരിക്കുകയാണ് വളരെ വിഷമത്തോടെ. ഇനി താൻ ആത്മഹത്യ ചെയ്യാമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഞാൻ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ രാമനെ ചെന്ന് കാണുക എന്ന് ചിന്തിച്ച്. എങ്ങനെയാണ് ഞാൻ സുഗ്രീവനെ പോയി കാണുക? കാരണം അദ്ദേഹമാണ് എനിക്ക് ചുമതല തന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ അച്ഛനെയും അമ്മയും പോയി കാണുക? കാരണം അവരാണ് എന്നെ എല്ലാ കാര്യങ്ങളും അഭ്യസിപ്പിച്ചത്. ഞാൻ എങ്ങനെയാണ് അവരോട് പറയുക എന്നെക്കൊണ്ട് ഇതിന് സാധിച്ചില്ല എന്ന്? എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഫാമിലിയെ ഫേസ് ചെയ്യാൻ പറ്റുക? എല്ലാം എൻ്റെ വഴിക്ക് തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെ. മഹാബലി ഹനുമാൻ എപ്പോഴും മഹാബലിയായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അദ്ദേഹത്തിന് എന്ത് കുറച്ചിലാണ് ഉള്ളത്? അദ്ദേഹം എപ്പോഴും മഹാബലിയാണ്. അദ്ദേഹം മല ഉയർത്തിയതുകൊണ്ട് മാത്രമല്ല മഹാബലി ആയത്. അതൊരു വലിയ കാര്യമൊന്നും അല്ല. അദ്ദേഹം എങ്ങനെയാണ് മഹാബലി ആയതെന്ന് വെച്ചാൽ അദ്ദേഹം സ്വയം ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് സ്വയം എഴുന്നേൽപ്പിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം മഹാബലി ആയത്. അദ്ദേഹം ഇങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്ന് ചിന്തിച്ചു, ഞാൻ എൻ്റെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് എന്താണ് സാധിക്കാൻ പോകുന്നത്? ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട്, അതായത് അതിൽ ആത്മഹത്യകളുടെ ഉത്തരവുണ്ട് കേട്ടോ. അദ്ദേഹം ആദ്യം ചിന്തിച്ചത് കടലിൽ ചാടി മരിക്കണോ അല്ല തീ കൊളുത്തി മരിക്കണോ എന്നൊക്കെയായിരുന്നു. ഇത് സംസ്കൃത ശ്ലോകം പറയുന്നതാണ്, ഞാൻ പറഞ്ഞതല്ല. ഞാൻ ആരെയും മിസ്ലീഡ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ തല ഉയർത്തിക്കൊണ്ട് മേലോട്ട് നോക്കി. ഞാൻ അശോകവനത്തിൽ അന്വേഷിച്ചതേയില്ലല്ലോ. അശോകവനം എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. അദ്ദേഹം അവിടെ പോയ ഉടനെ തന്നെ അദ്ദേഹത്തിന് സീതയെ കാണാൻ പറ്റി. ഇത് വാൽമീകി മഹർഷിയുടെ കഥയാണ്, ഞാൻ ഉണ്ടാക്കിയ കഥയൊന്നുമല്ല കേട്ടോ. താങ്കൾ ജനങ്ങളോട് ശരി ഏതാണ് തെറ്റേതാണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ടെന്ന് പറയുന്നു. दर्द मिले है काफी मगर हमने मुस्कुराना नहीं छोड़ा. दर्द मिले है काफी मगर हमने मुस्कुराना नहीं छोड़ा. ख्वाब टूटे हैं कई फिर भी हमने जिंदगी से मुंह नहीं मोड़ा. रास्ते मुश्किलों से भरे हैं. रास्ते मुश्किलों से भरे हैं फिर भी हमने चलना नहीं छोड़ा. जिंदगी के इन सारी मायूसियों और उतार चढ़ाव में हमने अपनी उम्मीदों से नाता नहीं तोड़ा. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചതികൾ സംഭവിക്കും. വെൻ വി ലോസ് ഹോപ്പ് ഈസ് വെൻ വി ഗിവിംഗ് അപ്പ് അവർ ലൈഫ്. താങ്കൾ മദ്യപിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. അതെ. അതിന്റെ ദൂഷ്യഫലങ്ങൾ താങ്കൾക്ക് എങ്ങനെ അറിയാം? ഒരു കള്ളുകുടിയൻ കള്ളു കുടിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ അടുത്തുകൂടി പോവുകയായിരുന്നു. ആ കള്ളുകുടിയൻ ക്ഷേത്രത്തിലെ പൂജാരിയോട് ചോദിച്ചു, എല്ലാത്തിനേക്കാളും വലുത് എന്താണ് എന്ന്. അപ്പോൾ പൂജാരി പറഞ്ഞു, ക്ഷേത്രമാണ് എല്ലാത്തിനേക്കാളും വലുത് എന്ന്. ക്ഷേത്രമാണ് വലുതെങ്കിൽ ഭൂമി എന്താണ് എന്ന് അവൻ ചോദിച്ചു. അപ്പോൾ പൂജാരി പറഞ്ഞു, ഭൂമിയാണ് വലുത് എന്ന്. അപ്പോൾ അവൻ ചോദിച്ചു, ഭൂമിയാണ് വലുതെങ്കിൽ ശേഷനാഗം വലുതല്ലേ എന്ന്. അപ്പോൾ ശേഷനാഗമാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ ശേഷനാഗം വലുതാണെങ്കിൽ അതെങ്ങനെ ശിവന്റെ കഴുത്തിൽ കിടക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ശിവനാണ് വലുത് എന്ന് പറഞ്ഞു. അപ്പോൾ ശിവനാണ് വലുതെങ്കിൽ അദ്ദേഹം എങ്ങനെ കൈലാസത്തിൽ കഴിയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കൈലാസമാണ് വലുത് എന്ന് പറഞ്ഞു. കൈലാസമാണ് വലുതെങ്കിൽ അതെങ്ങനെ ഹനുമാൻ എടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചു. ഇത് കേട്ട പൂജാരി അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡായി. അപ്പം നീ തന്നെ പറ, സൃഷ്ടിയിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നീ തന്നെ പറ. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും മഹത്തായവരാരാണെന്ന് അറിയോ? ഒരു 2 ബോട്ടിൽ ഫുള്ള് കുടിച്ചിട്ട് നേരെ നിൽക്കാൻ പറ്റുന്നില്ലേ, അവരാണ്. ഈ ജോക്ക് ഒരുപാട് വൈറലായി ആ കാലത്ത്. ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ചില പോയിന്റുകളൊക്കെ പറഞ്ഞിരുന്നു. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഞാനൊരു കവിത പറയട്ടെ സാറേ.
तौहीन न कर शराब को कड़वी कहकर, तौहीन न कर शराब को कड़वी कहकर, जनाब जिंदगी के तजुर्बे उससे भी ज्यादा कड़वे होते हैं. താങ്കൾ മദ്യപിച്ചിരുന്നാലും എനിക്കറിയില്ല. ഇതുവരെ ഞാൻ തൊട്ടിട്ടില്ല, ഇനി അങ്ങോട്ടും എനിക്ക് തൊടാനുള്ള ഉദ്ദേശവും ഇല്ല. ഞാനൊരു സംസ്കൃത ശ്ലോകം പറയാം. അത് വളരെ നല്ലൊരു ശ്ലോകമാണ്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ? नैवं पश्यति जन्मान्धः कामान्ध नैव पश्यति मदोन्मत्त न पश्यन्ति अर्थी दोषम न पश्यति. ഇതിന്റെ അർത്ഥം എന്താണെന്നാൽ, നൈവം പശ്യന്ത ജന്മാന്ത, ജനിച്ചപ്പോൾ തൊട്ട് കണ്ണിന് കാഴ്ചയില്ലാത്തവർ, അവർക്ക് കാണാൻ പറ്റില്ല, ഫിസിക്കലി കാണാൻ പറ്റില്ല. കാമാന്ത നൈവ പശ്യതി, തന്റെ ആഗ്രഹങ്ങളാൽ അന്ധനായ ഒരു വ്യക്തി, അയാൾക്കും ഒരിക്കലും എതിരെയുള്ളത് കാണാൻ സാധിക്കില്ല. ഒരാളെ ബഹുമാനത്തോടെ കാണാൻ സാധിക്കില്ല, കാരണം അയാളുടെ ദൃഷ്ടി എന്നത് വളരെ കെട്ടുപോയ ഒന്നാണ്. ഹർത്തി ദോഷം ന പശ്യതി, പണമാണ് ഏറ്റവും പ്രധാനമെന്ന് കരുതിയത് സമ്പാദിക്കാൻ നടക്കുന്നവർ തങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനെ ഒന്നും തന്നെ അവർ നോക്കുന്നില്ല. പക്ഷെ നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. മതോന്മത്തന പശ്യതി, ആരാണോ ലഹരിയിലുള്ളത്, ആരാണോ മദ്യപിച്ച് ലഹരിയിലുള്ളത്, അവരെ കൊണ്ടും കാണാൻ സാധിക്കില്ല. മദ്യത്തിന്റെ ലഹരിയേക്കാൾ അഹങ്കാരം എന്ന ലഹരി വളരെ മോശമായ ഒന്നാണ്. ഈഗോ എന്ന ലഹരി. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം കുടിച്ച ഒരാളുടെ ലഹരി ഒറ്റ രാത്രി കൊണ്ടില്ലാതാവും. എന്നാൽ ആർക്കാണോ ഈഗോ എന്ന ലഹരി കൂടിയിട്ടുള്ളത്, അവരുടെ മുന്നിൽ എത്ര വലിയ ആളുകൾ വന്നിരുന്നാലും അവർക്കൊരിക്കലും കാണാൻ കഴിയില്ല. മറ്റുള്ളവർ അവരെക്കാൾ വലുതാണെന്ന് അവർ ചിന്തിക്കില്ല. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും മഹാൻ താനാണെന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് ഒരു നല്ല പാട്ടൊന്നുണ്ടായിരുന്നു. അത് कलौराएंगे नगमों की खिलती कलियां चुनने वाले, मुझसे बेहतर कहने वाले, तुमसे बेहतर सुनने वाले, कल कोई मुझको याद करे, क्यों कोई मुझको याद करे, मशरूफ जमाना मेरे लिए क्यों वक्त अपना बर्बाद करे. मैं पल दो पल का शायर हूँ, पल दो पल मेरी कहानी है, पल दो पल मेरी हस्ती है, पल दो पल मेरी जवानी है. നാളേക്ക് എന്നേക്കാളും വലിയ പ്രഭാഷകന്മാർ വരാം, നാളെ ഇതിലും വലിയ ആസ്വാദകരും വരാം. എന്തിനാണ് നമ്മളാണ് വലുതെന്ന് ചിന്തിക്കുന്നത്? ആ ഒരു ലഹരിയിൽ നിന്ന് നമ്മൾ എപ്പോഴും മുക്തരാവണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. വേറൊരു ലഹരി വസ്തുക്കളും ഞാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല. അതുപോലെ ഞാൻ ഇതുവരെ ഒരാളുടെ അടുത്ത് പോലും നിങ്ങൾ കുടിക്കണം കുടിക്കാതിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടുമില്ല, ഇനി അങ്ങോട്ട് പറയുകയുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, നമ്മളുടെ ആത്മസംതൃപ്തി നമ്മൾ അന്വേഷിക്കാൻ നോക്കിയാൽ നമുക്കൊരിക്കലും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ആവശ്യം വരികയില്ല. പക്ഷെ ഈ ലഹരി ഉണ്ടല്ലോ, ഈഗോ എന്ന ലഹരി, അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അതായത് ആ ഒരു ലഹരിക്കുള്ളിൽ നിങ്ങൾ ഒരിക്കലും പെട്ടുപോകില്ല എന്ന്. താങ്കൾക്ക് ദേഷ്യം വരും? തീർച്ചയായിട്ടും വരും. എന്തുകൊണ്ട് വന്നുകൂടാ? ഞാനൊരു മനുഷ്യനല്ലേ. ഞാൻ കേട്ടത് ന്യൂയോർക്കിൽ വെച്ച് ആരോ താങ്കളുടെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞു താങ്കൾ അഭിനയിക്കുകയാണെന്ന്. അതെ. നോക്കൂ, ദേഷ്യം വരിക എന്നത് ഒരു സ്വാഭാവിക കാര്യമാണ്. നിങ്ങൾ എത്ര പേർക്ക് ദേഷ്യം വരാറുണ്ട്? ഓ, താങ്ക് യു. ഒരിക്കൽ ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് ചോദിച്ചു, നിനക്ക് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്ന സമയത്ത് നീ എന്താണ് ചെയ്യാറ് എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ പോയിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുമെന്ന്. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, ടോയ്ലറ്റ് ക്ലീൻ ചെയ്താൽ നിനക്ക് എങ്ങനെയാ എന്നോടുള്ള ദേഷ്യം കുറയുക എന്ന്. ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാൽ കഴുകുകയാണ്. അപ്പോൾ അടുത്ത ദിവസം കുറച്ച് സ്പെഷ്യൽ എഫക്റ്റോട് കൂടി പല്ല് സോറി. പക്ഷെ ഞാൻ ഒരു കാര്യം പഠിച്ചു, റിയാക്ട് ചെയ്യുന്നതിലൂടെ സിറ്റുവേഷൻ ഒരിക്കലും മാറുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് ഒന്നിനുള്ള മറുപടി നൽകുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് സമയം എടുക്കണം. തലച്ചോറ് നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് കൂവും. അതുകൊണ്ട് നമ്മൾ അതിന് കുറച്ച് സമയം കൊടുക്കണം, എന്നാലേ അതൊന്ന് തണുക്കുകയുള്ളൂ. മൈൻഡ് കൂളാവാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം കൊടുക്കേണ്ടതുണ്ട്. ഒരാൾ എന്നെപ്പറ്റി പല മോശം കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഞാൻ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, എന്താ ഇത്, ഇദ്ദേഹം ഇങ്ങനൊരു വാക്കുപയോഗിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞത് സത്യമാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. കാരണം ഫീഡ്ബാക്കിൽ അത് സത്യമാണെങ്കിൽ നമ്മൾ മാറിയല്ലേ തീരൂ. ഒരു വ്യക്തി വന്ന് എന്നോട് ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ നമ്മളത് സത്യമാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാറുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ ചോദ്യം ചോദിച്ചു. രണ്ടാമത് ഞാൻ ചിന്തിച്ചത്, അദ്ദേഹം പറഞ്ഞത് എനിക്ക് സത്യമായിട്ട് തോന്നില്ലല്ലോ. എനിക്ക് സത്യമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അതൊരിക്കലും എൻ്റെ പ്രോബ്ലം അല്ല, അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം ആണെന്ന്. സുഹൃത്തുക്കളെ, അദ്ദേഹം ദേഷ്യം കാരണം ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, മനസ്സിനകത്ത് എത്രമാത്രം അൺഹീൽഡായിട്ടാണ് അയാൾ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ആർക്കാണ് ഹീലിംഗ് ആവശ്യം? ആർക്കാണ് മനസ്സിലാക്കൽ ആവശ്യം വരുന്നത്? നമ്മുടെ എതിരെയുള്ള ആൾക്ക് ഹീലിംഗിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ
പ്രാർത്ഥിച്ചാൽ മാത്രം ഹീലിംഗ് ഒരിക്കലും നടക്കില്ല. പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യണമല്ലോ. ഒരു തവണയാണെങ്കിൽ നമുക്കത് വെറുതെ വിട്ടങ്ങ് പോകാൻ പറ്റും. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് നടക്കുകയാണെങ്കിലോ നമുക്കതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ താങ്കൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? ഇസ്കോമിലുള്ള ആൾക്കാരെ ബംഗ്ലാദേശിൽ കൊല്ലുകയാണ്, ഇസ്കോമിന്റെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് താങ്കളൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, ശരിയാണ്. ഇന്നെനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടി, അതുകൊണ്ട് ഞാൻ പറയാം. എന്താ, ഇവിടെയുള്ള എത്ര പേർ തമ്മിൽ വഴക്ക് കൂടിയിട്ടുണ്ട്? ആ, കൊള്ളാം, താങ്ക് യു. ഇവിടെ എത്ര പേർ കല്യാണം കഴിഞ്ഞവരാണ്? വീട്ടിൽ എത്ര പേർ തല്ലുകൂടാറുണ്ട്? താങ്ക് യു. ഇവിടെ ഗേൾഫ്രണ്ടിനും ബോയ്ഫ്രണ്ടിനും ഇടയിൽ തല്ലുകൂടുന്നവരില്ലേ? ദിവസവും? താങ്ക് യു. നോക്കിക്കേ, ദിവസവും എന്നാ പറയുന്നവർ. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ ആദ്യ വർഷത്തിൽ ഭർത്താവ് പറയും, ഭാര്യ കേൾക്കും. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കും. രണ്ടാമത്തെ വർഷം ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും. മൂന്നാമത്തെ വർഷം രണ്ടുപേരും പറയുന്നത് അയൽവീട്ടുകാർ കേൾക്കും. അവർ തമ്മിൽ വഴക്കിടുമ്പോൾ അത്രയ്ക്ക് ഒച്ചത്തിൽ സംസാരിക്കും. അതായത് കോൺഫ്ലിക്റ്റ്. ഇതൊരു കോൺഫ്ലിക്റ്റ് കഥയാണ്. അതൊരു ചെറിയ വീടിന്റെ കാര്യമായാലും ശരി, ഒരു വലിയ രാജ്യത്തിന്റെ കാര്യമായാലും ശരി, അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്ന് അന്വേഷിക്കുന്നത് നിർത്തി എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നോക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അത് ചെയ്യാതെ വേറെന്തൊക്കെയോ ചെയ്യുന്നു, വേറെന്തൊക്കെയോ പറയുന്നു. അനീതി എവിടെ നടന്നാലും അനീതിക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തിയേ മതിയാവൂ. ഡോണ്ട് ടോക്ക് അബൌട്ട് ഹൂ ഈസ് റൈറ്റ് ആൻഡ് ഹൂ ഈസ് റോങ്. ടോക്ക് അബൌട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ഈസ് വയലൻസ് റൈറ്റ്? ഈസ് കില്ലിംഗ് റൈറ്റ്? ഈസ് ടേക്കിംഗ് അവേ പീപ്പിൾസ് റൈറ്റ്സ് റൈറ്റ്? നോ. പിന്നെ ഞാനെന്തിനു പറയണം ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന്? ഈ ലോകം കാണുന്നുണ്ടല്ലോ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡോണ്ട് ഗോ ബൈ ഹൂ, ഗോ ബൈ വാട്ട്. ഒരു സ്ഥലത്ത് അനീതി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ശബ്ദമുയർത്തേണ്ടത് വളരെ പ്രധാനമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദ വേൾഡ് ഡസൻറ്റ് സഫർ ബിക്കോസ് ഓഫ് വയലൻസ് ഓഫ് ബാഡ് പീപ്പിൾ. The world doesn't suffer as much because of the violence of bad people. The world suffer because of the silence of good people right now. അതുകൊണ്ട് good people don't remain silent and doesn't